ഇനി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയിട്ട് 4.5 വർഷമായി. പലരുടെയും സ്വകാര്യതാ ലംഘനമുള്ളതിനാൽ പുറത്തുവിടരുതെന്ന് മുൻ വിവരാവകാശ കമ്മീഷണർ നിലപാടെടുത്തു. ശരി, പക്ഷേ സർക്കാർ വെച്ചൊരു കമ്മീഷനിൽ എന്തു നടപടിയെടുത്തു എന്നൊരു ചോദ്യമുണ്ട്. ഒരു നടപടിയും എടുത്ത് സിനിമക്കാരെ പിണക്കേണ്ടെന്ന് വെച്ചു സർക്കാർ. റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ തന്നെ ഇരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 233 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. മതി, ഇത് മതി, ഇത് ധാരാളം മതി. ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. 4.5 വർഷക്കാലം ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചത് പുറത്തു വയ്ക്കാതെ അതിനു മീതെ സർക്കാർ എന്തിനടയിരുന്നു എന്ന ചോദ്യമാണ്. ഇതിൽ ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. തെളിവോടുകൂടിയ മൊഴികളോട് കൂടിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. കോടതി പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പണികൾ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അവരുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 കൊല്ലം. ഇവർക്ക് ഇഷ്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് താല്പര്യമുള്ള ആരാണ് അതിൻ്റെ അകത്തുള്ളത്? റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരു തരത്തിലും സർക്കാരിന് എതിർപ്പുള്ള കാര്യമല്ല. റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്, സമ്മതിച്ചു. പക്ഷേ വ്യക്തിപരമായ പരാതികൾക്ക് കാത്തിരിക്കാതെ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോഴും കോടതി നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ് സർക്കാർ. ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല. അടിയന്തിരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്, എങ്ങനെയെങ്കിലും തലയൂരിയെടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിൻ്റെ ഭാഗമായി, മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി, കേവലം ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. കേസാക്കാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പോ തുണിപൊക്കി കാണിച്ചവിടെ കേസൊന്നും ഇല്ലല്ലേ? ഇല്ല. അതിലേതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു പരാതി ജെനുവിനായി നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് നടപടി സ്വീകരിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു പരാതിയുടെയും ആവശ്യമില്ല. അത് വെറുതെ പറയുകയാണ്. അതിന് 4.5 കൊല്ലം മുമ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പറയണ്ടേ? ഗുരുതരമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ 4.5 കൊല്ലം ഇത് തുടരുമില്ലായിരുന്നല്ലോ സിനിമാ രംഗത്ത്, ഇപ്പോഴും തുടരുമല്ലേ?